നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉപമുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസിന് തനിച്ച് തീരുമാനിക്കാനുള്ളതല്ലെന്ന് കെ.എം. മാണി. രമേശിന്റെ മന്ത്രിസഭാ പ്രവേശനം ഉടനുണ്ടാകുമെന്ന് സൂചന. ജില്ലയിൽ ഹർത്താൽ പൂർണ്ണം. റാന്നിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ സമ്മേളനവും. ബി.ജെ.പി. സംഘപരിവാറിന്റെ നേതൃത്വത്തിലും പ്രകടനവും പ്രതിഷേധ സമ്മേളനവും നടന്നു. താലൂക്കിന് ഇന്ന് 30 വയസ്സ് തികയുന്നു. താലൂക്കിന്റെ 30 വർഷങ്ങൾ എന്ന ന്യൂസ് പരമ്പര ഇന്നു മുതൽ സിറ്റി ന്യൂസിൽ. ഞാൻ പ്രവീൺ തോമസ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഉപമുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസ് തനിച്ച് തീരുമാനിച്ചാൽ പോരെന്ന് കെ.എം. മാണി. ഇത് യു.ഡി.എഫിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. മുഖ്യമന്ത്രിയെ പോലും തീരുമാനിച്ചത് യു.ഡി.എഫ് യോഗം ചേർന്നിട്ടാണ്. എന്നാൽ ഉപമുഖ്യമന്ത്രി പദവി സംബന്ധിച്ച വിഷയം യു.ഡി.എഫ് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. കേന്ദ്രമന്ത്രിസ്ഥാനം കേരള കോൺഗ്രസ് എമ്മിന്റെ അവകാശമാണ്. ഡൽഹിക്ക് പോകാതിരുന്നത് ഹൈക്കമാൻഡ് വിളിക്കാതിരുന്നിട്ടാണ്. ഡൽഹിയിലേക്ക് വിളിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ സൂചിപ്പിച്ചിരുന്നു. മന്ത്രിസഭാ പുനഃസംഘടന നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ലെന്നും തീരുമാനം ഉടൻ വേണമെന്നും മാണി പറഞ്ഞു. ഉപമുഖ്യമന്ത്രി പദം എന്നുള്ളത് യു.ഡി.എഫ് ആണ് തീരുമാനമെടുക്കേണ്ടത്. തീരുമാനമെടുക്കേണ്ട ബോഡിക്കകത്ത് ഇതുവരെ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. ഉണ്ടാവാത്തൊരു കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞിട്ട് കാര്യം ഇരിക്കുന്നു. പുനഃസംഘടന ചർച്ച എന്നും പുനഃസംഘടന ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പുനഃസംഘടന ഉണ്ടെങ്കിലും വേണം, വേണ്ട അങ്ങനെയുള്ള കാര്യങ്ങൾ വേഗതയിൽ തീരുമാനമെടുക്കണം. കെ.പി.സി.സി. പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭാ പ്രവേശനം ഏറെക്കുറെ ഉറപ്പായി. എന്നാൽ സോണിയാഗാന്ധിയുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താനാവില്ലെന്നും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം സോണിയയെ ധരിപ്പിച്ചിട്ടുണ്ടെന്നുമാണ് രമേശ് ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. മന്ത്രിയാകണമെന്ന സോണിയയുടെ നിർദ്ദേശം രമേശ് സ്വീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഉപമുഖ്യമന്ത്രി സ്ഥാനം തന്നെ രമേശിന് ലഭിക്കുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൂടി ഡൽഹിയിലെത്തിയ ശേഷം ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുമെന്നുമാണ് സൂചന. ഉപമുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കില്ലെന്ന കടുത്ത നിലപാടെടുത്തിരിക്കുന്ന മുസ്ലിം ലീഗിനെ അനുനയിപ്പിക്കാൻ ശ്രമം ആരംഭിച്ചതായും റിപ്പോർട്ടുകൾ. സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ 1.25 നൂറ്റാണ്ടിന്റെ ചരിത്രത്തിലേക്ക് മിഴി തുറക്കുന്ന പ്രദർശനം പത്തനംതിട്ട മുനിസിപ്പൽ ടൗൺഹാളിൽ വെള്ളിയാഴ്ച ആരംഭിക്കും. പാർലമെന്ററി ജനാധിപത്യം നമ്മുടെ പൈതൃകവും നേട്ടങ്ങളും എന്ന പേരിലുള്ള പ്രദർശനം റവന്യൂ കയർ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് രാവിലെ 10-ന് ഉദ്ഘാടനം ചെയ്യും. ഇടവേളയിലേക്ക്. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. വാർത്തകൾ തുടരുന്നു. ശിവദാസൻ നായർ എം.എൽ.എക്ക് നേരെ നടന്ന കയ്യേറ്റ ശ്രമത്തിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ യു.ഡി.എഫ് പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണം. റാന്നിയിലും ഹർത്താൽ പൂർണ്ണമായിരുന്നു. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, പോഷക സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടന്നു. ബുധനാഴ്ച ആറന്മുള വള്ളസദ്യയുടെ ഉദ്ഘാടന ചടങ്ങിനിടെയാണ് ശിവദാസൻ നായർ എം.എൽ.എയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. ആറന്മുള എം.എൽ.എ. ശിവദാസൻ നായരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ജില്ലാ ഹർത്താൽ റാന്നിയിൽ പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ഇരുചക്ര വാഹനങ്ങളും ചില സ്വകാര്യ വാഹനങ്ങളും ഒഴികെയുള്ള വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. ഹർത്താലിനോടനുബന്ധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ റാന്നിയിൽ പ്രകടനം നടത്തി. പ്രകടനത്തിനിടെ സംഘപരിവാർ സംഘടനകളുടെ ഫ്ലക്സ് നശിപ്പിച്ചു എന്നാരോപിച്ച് സംഘപരിവാർ പ്രവർത്തകരും പ്രകടനം നടത്തി. ഇത് ചെറിയ രീതിയിലുള്ള സംഘർഷത്തിനിടയാക്കി.
പ്രകടനത്തിന് ശേഷം റാന്നി അങ്ങാടി ഉപാസന ജംഗ്ഷനിൽ നടന്ന പൊതുസമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. തിരുവാറന്മുളയപ്പൻ നടത്തുന്ന ആ സദ്യയിൽ ഭഗവാന്റെ പേരിലുള്ള ആ ആഹാരം ചോറ് കഴിച്ച് സായുജ്യമടയുവാൻ വിവിധ ജാതി മതവിഭാഗത്തിൽപ്പെട്ടവർ എത്തുന്ന ഒരു സന്നിധിയാണ് ആറന്മുളയും പാർത്ഥസാരഥി ക്ഷേത്രവും എന്നുള്ളത് ആർക്കും തന്നെ വിസ്മരിക്കുന്നതിന് കഴിയുന്നതല്ല. അതിൻ്റെ പൈതൃകം, അതിൻ്റെ അവകാശം ഒരു പ്രത്യേക വിഭാഗം ഏറ്റെടുത്തുകൊണ്ട് ആദരണീയനായ ആറന്മുളയിലെ എന്നല്ല ഈ ജില്ലയിലെ സമുന്നതനായ ഒരു കോൺഗ്രസ് നേതാവിനെ ആക്രമിച്ചുകൊണ്ട് അവിടെ ചില പ്രത്യേക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കരുതിക്കുട്ടിയുള്ള ഗൂഢമായ ആ ഒരു ശ്രമത്തിലൂടെ ഒരു പ്രത്യേക അന്തരീക്ഷം ഈ ജില്ലയിൽ സംജാതമാക്കുവാൻ ശ്രമിക്കുന്ന ഗൂഢമായ നീക്കം ഈ സമൂഹത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾ മാത്രമല്ല, സമുദായ ഐക്യം ആഗ്രഹിക്കുന്നവർ, മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്നവർ, ഈ സമൂഹത്തിൻ്റെ പുരോഗതിയും നന്മയും ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മേഴ്സി പാണ്ഡ്യത്ത്, പ്രദീപ് കുമാർ കിഴക്കേവിള, റിങ്കു ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയ്ക്ക് സ്വന്തം അദ്ദേഹത്തിന്റെ സ്വന്തം അമ്പലമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അവിടുത്തെ വെള്ളസദ്യ കഴിക്കുവാൻ വേണ്ടി, അവിടുത്തെ വെള്ളസദ്യയുടെ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിയ ആറന്മുളയുടെ MLA അതിദാരുണമായിട്ട് അവിടെ ചില സംഘടിത ശക്തികൾ അദ്ദേഹത്തെ ആക്രമിക്കുകയുണ്ടായി. ലോകം മുഴുവനായി ഒരു ഭൂഗോള വില്ലേജായി, ഗ്ലോബൽ വില്ലേജായി മാറിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ വിമാനത്താവളത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കെ ശിവദാസ് നായർ MLA ആറന്മുള ക്ഷേത്രത്തെ പരിധിക്കുള്ളിൽ വെച്ച് ചില ആളുകൾ വർദ്ധിക്കുകയുണ്ടായി. ആറന്മുള വിമാനത്താവളം ഉണ്ടാകണോ വേണ്ടായോ എന്നുള്ള തർക്ക വിഷയം പരിഹരിക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ട ഒരു ആരാധനാലയത്തിൽ വെച്ചല്ല. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി താലൂക്ക് രൂപീകൃതമായിട്ട് 30 വർഷം പിന്നിടുന്നു. 1983 ഓഗസ്റ്റ് 1-നായിരുന്നു താലൂക്ക് രൂപീകൃതമായത്. ഈ അവസരത്തിൽ താലൂക്കിന്റെ കഴിഞ്ഞ 30 വർഷങ്ങൾ എന്നൊരു ന്യൂസ് പ്രോഗ്രാം സിറ്റി ന്യൂസിൽ ഇന്നു മുതൽ ആരംഭിക്കുന്നു. റാന്നിയിലെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചുള്ള അഭിപ്രായം തേടലാണ് ആദ്യം. റാന്നി താലൂക്ക് രൂപീകൃതമായിട്ട് ഇന്ന് 30 വർഷം തികയുന്നു. 1983 ഓഗസ്റ്റ് 1-നാണ് റാന്നി താലൂക്ക് രൂപീകൃതമായത്. അയിരൂർ, അങ്ങാടി, പഴവങ്ങാടി, റാന്നി, വടശ്ശേരിക്കര, വെച്ചുച്ചിറ, ചിറ്റാം, സീതത്തോട്, പെരുന്നാട്, അത്തിക്കയം, ചെറുകോൽ എന്നീ പഞ്ചായത്തുകൾ ചേർന്നതാണ് റാന്നി താലൂക്ക്. 30 വയസ്സിന്റെ യൗവനത്തിൽ നിൽക്കുന്ന റാന്നി താലൂക്ക് രൂപീകരണത്തിന് ശേഷം താലൂക്കിലുണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളും എന്തൊക്കെയാണെന്ന് ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവരും സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായി പങ്കുവെക്കുകയാണ് ഈ പരിപാടിയിലൂടെ. താലൂക്കിന്റെ വിദ്യാഭ്യാസ മേഖല, സാമൂഹ്യ മേഖല, ആരോഗ്യം, കുടിവെള്ളം, യാത്രാ സൗകര്യങ്ങൾ, ട്രാഫിക് പരിഷ്കാരം, ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നിവയൊക്കെ ഈ പരമ്പരയിലൂടെ കടന്നുവരുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ പിന്തള്ളപ്പെട്ട 11 പഞ്ചായത്തുകൾ കൂടിച്ചേർന്നപ്പോൾ രൂപീകൃതമായ റാന്നിക്ക് ഈ മേഖലയിൽ എന്തെല്ലാം നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു എന്നൊരു അന്വേഷണമാണ് ഈ പരമ്പരയിൽ ആദ്യം. റിട്ടയർഡ് കോളേജ് പ്രൊഫസറും കോൺഗ്രസിന്റെ റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായ പ്രൊഫസർ തോമസ് അലക്സിന്റെ വാക്കുകളിലേക്ക്. ഏതാണ്ട് 30ഓളം ഗവൺമെൻറ് സ്കൂളുകൾ റാന്നിയിലുണ്ട്, റാന്നി താലൂക്കിലുണ്ട്. അതിന് ഇരട്ടിയോളം വരുന്ന എയ്ഡഡ്, അൺഎയ്ഡഡ് മേഖലയിലെ സ്കൂളുകളുമുണ്ട്. ഗവൺമെൻറ് മേഖലയിൽ ഏതാണ്ട് 6ഓളം ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. എന്നാൽ പലപ്പോഴും വളരെ ഭൗതികപരമായിട്ടുള്ള അപര്യാപ്തത മൂലം, അസൗകര്യം മൂലം ഇന്ന് റാന്നിയിലെ ആളുകൾ ഹയർ സെക്കൻഡറി സ്കൂൾ തലത്തിലുള്ള വിദ്യാഭ്യാസത്തിനായിട്ട് എയ്ഡഡും അൺഎയ്ഡഡ് മേഖലയിലെ സ്കൂളുകളെ ആശ്രയിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് റാന്നിയുടെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്ക് അടിസ്ഥാനമായിട്ട് വരേണ്ടത് ഗവൺമെൻറ് സ്കൂളുകളുടെ ഭൗതിക അപര്യാപ്തതകൾ മാറ്റുകയും വേണ്ടത്ര അധ്യാപകരെ നിയമിക്കുകയും ചെയ്യുകയാണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. ഇന്ന് പലപ്പോഴും ഭൗതികമായ അപര്യാപ്തതയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ തലത്തിലാണെങ്കിൽ കമ്പ്യൂട്ടർ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. മിക്ക ഗവൺമെൻറ് സ്കൂളിലും കമ്പ്യൂട്ടർ ലാബുകളില്ല, അതിനുള്ള സൗകര്യങ്ങളുമില്ല. അതോടൊപ്പം തന്നെ കുട്ടികൾക്കെല്ലാം കൂടെ ഒരുമിച്ച് കൂടാൻ ഓഡിറ്റോറിയത്തിൻ്റെ അപര്യാപ്തതമുണ്ട്, കളിസ്ഥലങ്ങളുടെ അപര്യാപ്തതകളുണ്ട്, ടോയ്ലറ്റുകളുടെ അപര്യാപ്തതകളുണ്ട്.
പ്രധാനമായിട്ട് ഇന്ന് ആധുനിക യുഗത്തിൽ ഗേൾസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോയ്ലറ്റ്സുകളുടെ കാലമാണ്. അവയും ഈ ഗവൺമെൻറ് സ്കൂളുകളിൽ വേണം. സ്കൂളിൽ പഠിപ്പിക്കാനുള്ള അധ്യാപകരുടെ എണ്ണത്തിലുള്ള കുറവ് ഉടൻ തന്നെ പരിഹരിക്കുകയാണ് ആ മേഖലകൾ ചെയ്യേണ്ടത്. സ്കൂൾ വിദ്യാഭ്യാസ തലത്തിൽ പുതിയ സ്കൂളുകൾ അധികമായിട്ട് നമുക്ക് വേണമെന്നില്ല. അതിൻ്റെ അപര്യാപ്തത എയ്ഡഡ് മേഖലയിലെ അൺഎയ്ഡഡ് മേഖലയിലെ സ്കൂളുകൾ കൊണ്ട് നികത്തുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ +2 കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള അപര്യാപ്തതകളാണ്. റാന്നി താലൂക്കിൽ ഇന്ന് എയ്ഡഡ് മേഖലയിൽ റാന്നി സെൻറ് തോമസ് കോളേജ് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. പിന്നെ അൺഎയ്ഡഡ് മേഖലയിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജും പിന്നെ ഒരു ആർട്സ് കോളേജും. ഇതുകൊണ്ട് മാത്രം റാന്നി താലൂക്കിലെ ആയിരക്കണക്കിന് വരുന്ന +2 പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരം ലഭിക്കുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു നിർദ്ദേശം, റാന്നിയുടെ വിദ്യാഭ്യാസ മേഖല പുരോഗമിക്കണമെങ്കിൽ ഗവൺമെൻറ് മേഖലയിൽ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വേണം. ഗവൺമെൻറ് മേഖലയിൽ തന്നെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വേണം. ഗവൺമെൻറ് മേഖലയിൽ തന്നെ ഒരു മെഡിക്കൽ കോളേജ് നമുക്ക് ആവശ്യമാണ്. ഇത് മൂന്നും ഇത്ര വിസ്തൃതമായ ശബരിമല ഉൾപ്പെടുന്ന ഈ റാന്നി താലൂക്കിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന +2 കഴിഞ്ഞ് ഇറങ്ങുന്ന ഈ പ്രദേശത്ത് ഏറ്റവും അനിവാര്യമായിട്ട് എനിക്ക് പറയാനുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യം റാന്നി താലൂക്ക് രൂപീകരിച്ച് 30 വർഷം കഴിഞ്ഞിട്ടും ആ അപര്യാപ്തത നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 30 വർഷത്തെ വികസനം എന്തെന്ന് ചോദിച്ചാൽ ഒന്നുമില്ലെന്ന് പറയേണ്ടി വരുമെന്നാണ് പ്രൊഫസർ തോമസ് അലക്സ് പറയുന്നത്. വികസനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്ന് പറയുന്നതായിരിക്കും ശരി എന്നാണ് എനിക്ക് തോന്നുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ഭൗതികപരമായ അപര്യാപ്തത മൂലം അധികം ആളുകളും അൺഎയ്ഡഡ് മേഖലയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നതെന്ന് പ്രൊഫസർ തോമസ് അലക്സ് പറഞ്ഞു. റാന്നിയുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഭൗതികപരമായ പുരോഗതിക്ക് അടിസ്ഥാനമായി വരേണ്ട ഗവൺമെന്റ് സ്കൂളുകളുടെ ഭൗതിക അപര്യാപ്തതകൾ മാറ്റി അധ്യാപകരെ നിയമിക്കുകയാണ് അത്യാവശ്യമായി വേണ്ടതെന്നും പ്രൊഫസർ തോമസ് അലക്സ് പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ 30 വർഷം കൊണ്ട് ഈ നാടിന്റെ പുരോഗതിയുടെ നാന്ദി കുറിക്കുവാൻ കഴിഞ്ഞതായി രാജു എബ്രഹാം MLA അവകാശപ്പെട്ടു. ജീവിത നിലവാരം ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ 30 വർഷത്തെ നേട്ടങ്ങൾ മാത്രം കണക്കാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ താലൂക്കിലെ മുഴുവൻ സ്കൂളുകളെയും കമ്പ്യൂട്ടർവൽക്കരിക്കാൻ കഴിഞ്ഞതുമൂലം ആധുനിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകാൻ കഴിഞ്ഞതായി രാജു എബ്രഹാം MLA പറഞ്ഞു. ഫണ്ടിന്റെ ലഭ്യതക്കുറവുണ്ടായിട്ടും പ്രധാനപ്പെട്ട സ്കൂളുകൾക്കെല്ലാം സ്കൂൾ ബസ് വാങ്ങിക്കൊടുത്ത കേരളത്തിലെ ഏക നിയോജക മണ്ഡലം റാന്നിയാണെന്നും MLA പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് വരുത്തിയ പരിഷ്കാരങ്ങളെക്കുറിച്ച് രാജു എബ്രഹാം MLAയുടെ വാക്കുകളിലേക്ക്. ഏറ്റവും പ്രധാനമായി നമ്മുടെ സ്കൂളുകൾ, ആ സ്കൂളുകളെ കമ്പ്യൂട്ടർവൽക്കരിച്ച് പ്രധാനപ്പെട്ട ഹൈസ്കൂളുകൾ പോലെയുള്ള പ്രധാനപ്പെട്ട സ്കൂളുകളിൽ LCD പ്രൊജക്ടറുകൾ നൽകി ആധുനിക വിദ്യാഭ്യാസം അവർക്ക് നൽകാൻ കഴിഞ്ഞത് ഏറ്റവും മഹത്തായ നേട്ടം തന്നെയാണ്. പ്രധാനപ്പെട്ട സ്കൂളുകളിൽ ഫണ്ടിൻ്റെ ലഭ്യതയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. സ്കൂൾ ബസ്സുകൾ വാങ്ങിക്കൊടുത്ത കേരളത്തിലെ ഏക നിയോജക മണ്ഡലവും ഇപ്പോൾ റാന്നിയാണ്. സ്വാഭാവികമായും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കൂടുതൽ കുട്ടികൾ കടന്നു വരാൻ ഈ നടപടി സഹായിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് ഇപ്പോൾ MLA ഫണ്ടിൽ നിന്നും പുതിയ കെട്ടിടങ്ങൾ നൽകുകയാണ്. എടമുറി സ്കൂള്, കടുമിഞ്ചിറ ഹയർ സെക്കൻഡറി, കിസുമ ഹയർ സെക്കൻഡറി, ഈ സ്കൂളുകൾക്കൊക്കെ തന്നെ പുതിയ കെട്ടിടങ്ങൾ നടപടി ഫണ്ടുകൾ നൽകി കഴിഞ്ഞു. വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെച്ചൂച്ചിറ പോളിടെക്നിക് 2 കെട്ടിടങ്ങൾ, അതിൻ്റെ മെയിൻ ബിൽഡിങ്ങും അതുപോലെ തന്നെ വനിതാ ഹോസ്റ്റൽ, അതുപോലെ തന്നെ മെൻസ് ഹോസ്റ്റൽ, ഇവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് വാങ്ങാനും ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ കഴിയുന്നുണ്ട്. അയിരൂരിൽ പുതിയ കോളേജ് നമ്മളൊരു കഴിഞ്ഞ 1 വർഷക്കാലം നടത്തിയ നീണ്ടൊരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിയതാണ്.
അത് പ്രൊഫഷണൽ കോഴ്സുകളും ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകളും സമന്വയിപ്പിക്കുന്ന അപ്ലൈഡ് കോളേജാണ് IHRDയുടെ കീഴിൽ നമുക്കിപ്പോൾ കിട്ടിയത്. പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത്, രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ സംഘടനകൾ, നാട്ടുകാർ എല്ലാവരുടെയും നേതൃത്വത്തിൽ ഒരു യോഗം നടന്നു. ഓഗസ്റ്റ് 15-ാം തീയതി 2 മണിക്ക് നമ്മളൊരു വിപുലമായ യോഗം അവിടെ ചേരുകയാണ്. 5 ഏക്കർ സ്ഥലം ജനങ്ങളുടെ സഹകരണത്തോടുകൂടി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്നതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിഷയമെന്നും MLA പറഞ്ഞു. അടുത്ത ദിവസം മറ്റൊരു മേഖലയെക്കുറിച്ചുള്ള ജനനേതാക്കളുടെ അഭിപ്രായങ്ങൾ സിറ്റി ന്യൂസിൽ സംപ്രേഷണം ചെയ്യുന്നതാണ്. സിറ്റി ന്യൂസ്, റാന്നി. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ CITU ജില്ലാതല ഐഡന്റിറ്റി കാർഡ് വിതരണം 2-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 10:30 റാന്നി NSS താലൂക്ക് യൂണിയൻ ഓഫീസിൽ വെച്ച് നടക്കും. സമ്മേളനം രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്യും. CITU ജില്ലാ സെക്രട്ടറി P. അജയകുമാർ കാർഡുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിക്കും. ഈവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകളുടെയും വിദേശ കുത്തകളുടെയും ഈ രംഗത്തേക്കുള്ള കടന്നുകയറ്റത്തിനെതിരെ ശക്തമായി നിലകൊള്ളുവാനും ഈ രംഗത്ത് പണിയെടുക്കുന്ന മുഴുവൻ ആളുകളും യോജിച്ച് പ്രക്ഷോഭത്തിൽ അണിചേരണമെന്നും സംഘടനാ ഭാരവാഹികളായ സുനിൽ മെഗ, ബൈജു KR, മോഹൻ വടശ്ശേരിക്കര, ജോർജ് ഫിലിപ്പ്, സദാനന്ദൻ റാന്നി, പ്രസാദ് അത്തിക്കയം എന്നിവർ അറിയിച്ചു. ഒരു ഇടവേള കൂടി. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. കൂടുതൽ വാർത്തകളിലേക്ക്. പൈതൃക ഗ്രാമ കർമ്മസമിതി പ്രവർത്തകർക്ക് നേരെയും വീടുകൾക്ക് നേരെയും നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് റാന്നിയിൽ BJP RSS പ്രവർത്തകർ പ്രകടനവും പ്രതിഷേധയോഗവും നടത്തി. ശിവദാസൻ നായർ MLAക്ക് നേരെ നടന്ന കയ്യേറ്റ ശ്രമത്തിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം നടന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രകടനത്തിനിടെയാണ് ആറന്മുളയിൽ പൈതൃക ഗ്രാമ കർമ്മസമിതി പ്രവർത്തകരുടെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. ഹർത്താലിനോടനുബന്ധിച്ച് റാന്നിയിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിനിടെ സംഘപരിവാർ സംഘടനകളുടെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചതാണ് പ്രവർത്തകരെ ചൊടിപ്പിച്ചത്. ഫ്ലക്സ് നശിപ്പിച്ചതറിഞ്ഞ് BJP പ്രവർത്തകരും സംഘടിച്ചത് സംഘർഷ സാധ്യത സൃഷ്ടിച്ചു. പ്രകടനമായി ഇട്ടിപ്പാറയിലെത്തിയ BJP പ്രവർത്തകർ കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ കൊടിമരങ്ങളും തകർത്തു. ഇതിനുശേഷം കോൺഗ്രസിന്റെ പൊതുസമ്മേളനം നടന്ന ഉപാസന ജംഗ്ഷനിലേക്ക് BJP പ്രവർത്തകർ പ്രകടനമായി എത്തി. സ്ഥലത്തുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ BJP പ്രവർത്തകർ മുദ്രാവാക്യമുയർത്തി. BJP നേതാക്കൾ പ്രവർത്തകരെ ശാന്തരാക്കിയതിനാലും കോൺഗ്രസ് പ്രവർത്തകർ പ്രതികരിക്കാതിരുന്നതിനാലും സംഘർഷാവസ്ഥയ്ക്ക് അയവുണ്ടായി. പിന്നീട് പ്രകടനമായി റാന്നി പോലീസ് സ്റ്റേഷനിലെത്തിയ BJP പ്രവർത്തകർ സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. അഡ്വക്കേറ്റ് ഷൈൻജി കുറുപ്പ്, PV അനോജ് കുമാർ, രജീഷ് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. കൊടിമരച്ചുവട്ടിൽ ഭഗവാന് നേദ്യമായി അർപ്പിക്കുന്ന ആദ്യത്തെ വള്ളസദ്യ വഴിപാട് വിളമ്പിയപ്പോൾ അതിൻ്റെ മുൻപിൽ നിലവിളക്കിൻ്റെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഉണ്ടായിട്ടുള്ള കോപ്രായങ്ങളും അവിടുത്തെ ഭക്തജനങ്ങൾ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചപ്പോഴുണ്ടായ ഉന്തും തള്ളും നമ്മൾ ചാനലിൽ വളരെ വ്യക്തതയോടെ കണ്ടതാണ്. അതിനെ വളരെ ഭീകരമായി MLAക്ക് മർദ്ദനമേറ്റു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്യുകയും പത്തനംതിട്ട ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്ത സാഹചര്യമാണ് നമ്മൾ ഇന്നലെ മുന്നിൽ കണ്ടത്. നമ്മുടെ മുതിർന്ന നേതാക്കന്മാരെ
ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് പോലും ആ സംഭവ സമയത്തുണ്ടാകാത്ത നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ ഹർത്താലിന്റെ ഭാഗമായി പൈതൃക ഗ്രാമകർമ്മ സമിതിയുടെയും സംഘപരിവാറിന്റെയും നേതൃത്വത്തിൽ ജില്ലയിലെ എല്ലാ ഭാഗത്തും പ്രകടനം നടക്കുന്ന സമയത്ത് NGO സംഘിന്റെ പത്തനംതിട്ട ജില്ലയുടെ സമ്മേളനം റാന്നിയിൽ നടക്കുന്നതിന്റെ ഭാഗമായി റോഡിന്റെ സൈഡുകളിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സുകൾ കോൺഗ്രസുകാർ പ്രകടനം നടത്തിക്കൊണ്ട് നമ്മുടെ കൊടിതോരണങ്ങൾ ഉൾപ്പെടെ ഫ്ലക്സും വ്യാപകമായി നശിപ്പിച്ച സാഹചര്യമാണ് ഉണ്ടായത്. ഫ്ലക്സ് നശിപ്പിച്ചവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതാക്കൾ റാന്നി സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകി. സിറ്റി ന്യൂസ് റാന്നി. നൂറ്റാണ്ടുകളുടെ കാലപ്പഴക്കമുള്ള ഒരു ജലസ്രോതസ് കാലവർഷത്തിന്റെ ഉച്ചസ്ഥായിയിൽ പോലും നിർജീവ അവസ്ഥയിൽ നിൽക്കുകയാണ്. റാന്നി ചേത്തക്കൽ വലിയ കുളമാണ് അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനം മൂലം നീരൊഴുക്ക് നിലച്ച നിലയിലായത്. അശാസ്ത്രീയമായ ഒരു നിർമ്മിതി കാരണം ഒരു പ്രദേശത്തിന്റെയാകെ ജീവിതഭാഗമായിരുന്ന വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ജലസ്രോതസ് കാലവർഷത്തിന്റെ ഉച്ചസ്ഥായിയിലും നിർജ്ജീവവുമായി മെലിഞ്ഞുണങ്ങിയിരിക്കുകയാണ്. റാന്നി ചേത്തക്കലുള്ള വലിയ കുളമാണ് നാട്ടുകാർ പോലും അറിയാതെ പുനരുദ്ധരിക്കുന്നു എന്ന പേരിൽ ഇറിഗേഷൻ വകുപ്പ് തലതിരിഞ്ഞ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത കരാറുകാരനാവട്ടെ പണികൾ തുടക്കത്തിലെ ഉപേക്ഷിച്ച് മുങ്ങുകയും ചെയ്തു. ഏതു കൊടും വരൾച്ചയിൽ പോലും നിറയെ ജലസമൃദ്ധിയുള്ള ഒരു കുളമായിരുന്നു ഇത്. കുളത്തിൽ നിറയെ പാറകളാണെങ്കിലും ആ പാറ ഇടുക്കുകളിലൂടെ ധാരാളം ഉറവകൾ പൊട്ടിയിരുന്നു. ഇത് വർഷകാലത്തായാലും വേനൽക്കാലത്തായാലും ഒരുപോലെ കുളത്തിലെ ജലവിധാനത്തെ ക്രമീകരിച്ചിരുന്നു. വേനൽക്കാലത്ത് ഒരു പ്രദേശത്തിന്റെ ആകെ ജലദൗർലഭ്യത്തിന് പരിഹാരം ഈ കുളമായിരുന്നു. എന്നാൽ ഇപ്പോഴാകട്ടെ കുളത്തിലേക്കുള്ള സ്വാഭാവിക ഉറവക്കണ്ണികളെല്ലാം കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ച് അടച്ചു. കുളത്തിന്റെ ഒരു ഭാഗത്തെ സംരക്ഷണ ഭിത്തി മാത്രമായിരുന്നു അല്പം ബലക്ഷയമുണ്ടായിരുന്നത്. എന്നാൽ ആ സംരക്ഷണ ഭിത്തി ബലപ്പെടുത്തുന്നതിന് പകരം ഒരടി പക്കത്തിൽ കോൺക്രീറ്റ് ഭിത്തികൾ കുളത്തിൽ നിർമ്മിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് ബലക്ഷയമുണ്ടെന്ന് പറയപ്പെടുന്ന ഭാഗത്തല്ല താനും. അവിടെ മൊഴിയെ കുളത്തിന്റെ 3 മൂലയ്ക്കും ഇത്തരം ഭിത്തികൾ നിർമ്മിച്ച് ഉറവക്കണ്ണികൾ അടച്ചു കഴിഞ്ഞു. ഇതോടെ കുളത്തിലേക്കുണ്ടായിരുന്ന സ്വാഭാവിക നീരൊഴുക്കും നിന്നു. കുളത്തിലെ വെള്ളം തടയണയിട്ട് 2 ഭാഗമായി തിരിച്ച് ഒരു ഭാഗത്തെ വെള്ളം കുടിവെള്ളത്തിനായും മറുഭാഗത്തെ വെള്ളം കുളിക്കുവാനായും ഉപയോഗിക്കത്തക്ക രീതിയിൽ കുളം പുനരുദ്ധീകരിക്കുന്ന ജോലികളാണ് നടത്തുന്നതെന്ന് കരാറുകാരൻ പറഞ്ഞതായി ഗ്രാമപഞ്ചായത്ത് അംഗം രുക്മിണിയമ്മ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ ഈ കുളം 2ആയിട്ട് തിരിച്ച് വെള്ളം കുടിക്കാനായിട്ടുള്ളതും കുളിക്കാനായിട്ടുള്ളതും 2ആയിട്ട് തരം തിരിച്ച് പണിയാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പണി തുടങ്ങിയിരിക്കുന്നത്. ഈ നാട്ടുകാരെല്ലാവരും കൂടെ എന്നോടാണ് വന്ന് ചോദിക്കുന്നത്. ഒരു വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ അറിയാതെ പോലുമാണ് ഈ കുളത്തിൽ പണി തുടങ്ങിയിരുന്നത്. അപ്പോൾ വന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇത് പഞ്ചായത്ത് അറിയേണ്ടതല്ല എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം ഒരു പഞ്ചായത്ത് കുളത്തിൽ പണി ചെയ്യുമ്പോൾ വാർഡ് മെമ്പർ അറിയാതെ ചെയ്യാനുള്ള അവകാശം ആർക്കുമില്ല. കാരണം പഞ്ചായത്തിന്റെ ഒരു കുളമാണിത്. വെള്ളം ഒഴുകിപ്പോകുന്ന ഭാഗത്ത് കുറെ കോൺക്രീറ്റ് മാത്രം ചെയ്തുവെന്നും മഴ പെയ്തപ്പോൾ ആ കോൺക്രീറ്റ് മുഴുവൻ ഒലിച്ചുപോയതായും രുക്മിണിയമ്മ പറഞ്ഞു. അതല്ലാണ്ട് ഈ വെള്ളം ഒഴുകിപ്പോകുന്ന ഭാഗം കുറച്ച് കോൺക്രീറ്റ് ചെയ്ത് വെള്ളത്തിൽ കൂടെ ഒലിച്ചു പോകത്തക്ക രീതി കുറെ കോൺക്രീറ്റ് മാത്രം ചെയ്തിട്ടിട്ടുണ്ട്. അത് ആ ഒരു മഴ പെയ്ത് വെള്ളം വന്നപ്പോൾ ആ വെള്ളത്തിൽ കൂടെ അത് പോവുകയും ചെയ്തത് വെറുതെ പാഴായി പോയതാണ്. ആ പൈസ ആണെങ്കിലും ഈ കുളത്തിൽ ചെയ്തിരുന്ന ഇത് നാട്ടുകാർക്ക് പ്രയോജനപ്പെട്ട രീതിയിൽ അത് ഉപയോഗിക്കും. കരാറുകാരനെ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാറില്ലെന്നും അവർ പറഞ്ഞു. അതിനുശേഷം ഇത്രയും പണി ഇവിടെ കാണിച്ചിട്ടിട്ട് പിന്നെ അവരെ വിളിച്ചാൽ അവരെ ഫോണും എടുക്കത്തില്ല, ആളും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. കുളത്തിന്റെ ഇപ്പോഴത്തെ ശോചനീയാവസ്ഥ പരിഹരിച്ച് പരമ്പരാഗതമായി ഉപയോഗിച്ചു വന്ന ഈ കുളം ഉപയോഗയുക്തമാക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. പരമ്പരാഗതമായിട്ട് ഒരു കുളമാണിത്. കേരള പ്രദേശത്തുള്ള ഏകദേശം ഒരു 300ഓളം വീട്ടുകാരെ എല്ലാ വറവ് കാലത്തും സമീപ പ്രദേശങ്ങളിലെ വെള്ളം പറ്റുമ്പോൾ ഇവിടത്തെ ഈ കുളത്തിൽ നിന്നാണ് ഞങ്ങൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കൊള്ളം ഇപ്പോൾ ഈ കോൺടാക്ട് ആയാലും മുൻ കോൺടാക്ട് ആയാലും എന്തുമായാലും കൊള്ളം വികൃതമാക്കി ഇട്ടിരിക്കുകയാണ്. അത് മാറി ഇതിന് ശോചനീയാവസ്ഥ പരിഹരിച്ച് പരമ്പരാഗതമായിട്ടുള്ള ഈ ഒരു ധാരാളം ജലസ്രോതസ്സുള്ള ഈ കുളം നാട്ടുകാർക്ക് പ്രയോജനപരമായി ഉപയോഗത്തക്ക രീതിയിലേക്ക് നടപടി ഉണ്ടാക്കി തന്നതാണ് ഞങ്ങൾക്ക്. ഈ ആവശ്യം ഉന്നയിച്ച് ഒരു സമരപരിപാടിക്ക് രൂപം കൊടുക്കുവാൻ ഉദ്ദേശിക്കുകയാണ് നാട്ടുകാർ. എന്നാൽ ചേത്തക്കൽ കുളത്തിന്റെ നവീകരണത്തിനായി 15 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് രാജു അബ്രഹാം MLA അറിയിച്ചു. ചേത്തക്കൽ അമ്പലത്തിന്റെ കുളം 15 ലക്ഷം രൂപയാണ് നവീകരണത്തിന് വേണ്ടി ഇപ്പം നൽകിയിരിക്കുന്നത്. ഒരു പ്രത്യേക പദ്ധതിയാണ് ചേത്തക്കൽ അമ്പലക്കുളത്തിന്റെ നിർമ്മാണം നവീകരണത്തിന് വേണ്ടി ഇപ്പോൾ നൽകിയത്. ഇപ്പോൾ വെള്ളം കളഞ്ഞ് കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് മെമ്പറുടെ ഒരു പ്രപ്പോസൽ, അവിടെ ചില സ്റ്റെപ്പ് നിർമ്മിക്കണം, അവിടെ ഒരു മതിൽ നിർമ്മിക്കണം എന്ന് വന്നു. അത് ഇപ്പോൾ അംഗീകാരത്തിനായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഇടയ്ക്ക് ആ നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നത്. അതിൻ്റെ അംഗീകാരം കൂടെ കിട്ടിയിട്ട് വേണം ഇനി നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ. എന്തായാലും 2 ആഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ അംഗീകാരം കിട്ടും, നിർമ്മാണ പ്രവർത്തനം തുടങ്ങാനും പറ്റും. നമുക്ക് വരുന്ന ഇനിയുള്ള മഴ വെള്ളം ശേഖരിക്കാനുള്ള സംവിധാനം കൂടി ഉണ്ടായാൽ മതി. നമ്മൾ നല്ല കുളമായി അതിനെ പരിഷ്കരിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു തുക
ചേത്തക്കൽ അമ്പലത്തിൻ്റെ കുളം നവീകരണത്തിന് വേണ്ടി നൽകിയത്. പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുളം നവീകരണത്തിന് തുക അനുവദിച്ചതെന്നും രാജു അബ്രഹാം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗം കൊടുത്ത പ്രപ്പോസലുകൾ കൂടി ഉൾക്കൊള്ളിച്ച് 2 ആഴ്ചയ്ക്കകം പണികൾ തുടങ്ങുമെന്നും MLA അറിയിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. ആധാരം രജിസ്ട്രേഷൻ നിരക്ക് വർധനവ് പുനഃപരിശോധിക്കണമെന്ന് കേരള വസ്തുവ്യാപാര തൊഴിലാളി യൂണിയൻ AITUC ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് ബെൻസി തോമസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാജൻ നായർ പ്രസംഗിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി അപകടക്കണി ഒരുക്കിയിരിക്കുകയാണ് KSEB. ഫ്യൂസ് കാരിയറുകൾ സ്ഥാപിച്ചിരിക്കുന്ന ബോക്സ് അടപ്പില്ലാതെ തുറന്നു കിടക്കുവാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തൊട്ടരികിലാണ് KSEBയുടെ ഈ അപകടക്കണി. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് റാന്നി പോലീസ് സ്റ്റേഷന് മുൻപിലുള്ള ട്രാൻസ്ഫോർമറിന് സമീപം ഫ്യൂസ് കാരിയറുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഫ്യൂസ് കാരിയറുകൾ സ്ഥാപിച്ചിരിക്കുന്ന ബോക്സിന് അടപ്പില്ലാതെ തുറന്നു കിടക്കുകയാണ്. ധാരാളം കുട്ടികൾ പഠിക്കുന്ന സാർക്ക് ട്യൂഷൻ സെന്റർ ഇതിന്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഈ അനാസ്ഥയുടെ ഗുരുതരാവസ്ഥ വർദ്ധിപ്പിക്കുന്നത്. പലതിലും ഫ്യൂസ് കാരിയറുകളില്ലാതെ ഫ്യൂസ് കെട്ടുന്ന കമ്പി ഉപയോഗിച്ച് നേരിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. കുട്ടികളിൽ ആരെങ്കിലും ഇതിൽ തൊടുകയോ മറ്റോ ചെയ്താൽ ഒരു ദുരന്തം തന്നെ സംഭവിക്കാം. KSEB റാന്നി സൌത്ത് സെക്ഷൻ ഓഫീസിന്റെ മൂക്കിന് താഴെയാണ് ഈ അനാസ്ഥയുടെ അടയാളം. ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം പ്രശ്നപരിഹാരത്തിന് ഇറങ്ങുന്നതിലും നല്ലത് ദുരന്തം ഉണ്ടാവാതെ നോക്കുന്നതല്ലേ. സിറ്റി ന്യൂസ്, റാന്നി. പരുമല സെന്റ് ഗ്രിഗോറിയോസ് ആശുപത്രിയിലെ നേത്രചികിത്സാ വിഭാഗത്തിന്റെയും ജില്ലാ അന്ധത നിവാരണ സമിതിയുടെയും പെരുമ്പട്ടി സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവക യുവജന പ്രസ്ഥാനത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 3-ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ 1 മണി വരെ പെരുമ്പട്ടി സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയ ഹാളിൽ വെച്ച് സൗജന്യ നേത്രചികിത്സാ ക്യാമ്പ് നടത്തുന്നു. രജിസ്റ്റർ ചെയ്യുന്നവർ രാവിലെ 9 മണിക്ക് തന്നെ ക്യാമ്പ് സ്ഥലത്ത് എത്തണമെന്ന് പ്രസിഡന്റ് റവറന്റ് ഫാദർ സൈമൺ വർഗീസ് അറിയിച്ചു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഉപമുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസിന് തനിച്ച് തീരുമാനിക്കാനുള്ളതല്ലെന്ന് KM മാണി. രമേശിന്റെ മന്ത്രിസഭാ പ്രവേശനം ഉടനുണ്ടാകുമെന്ന് സൂചന. ജില്ലയിൽ ഹർത്താൽ പൂർണ്ണം. റാന്നിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ സമ്മേളനവും. BJP സംഘപരിവാറിന്റെ നേതൃത്വത്തിലും പ്രകടനവും പ്രതിഷേധ സമ്മേളനവും നടന്നു. താലൂക്കിന് ഇന്ന് 30 വയസ്സ് തികയുന്നു. താലൂക്കിന്റെ 30 വർഷങ്ങൾ എന്ന ന്യൂസ് പരമ്പര ഇന്നു മുതൽ സിറ്റി ന്യൂസിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.